ഇന്ന് ഞാൻ ഉണ്ടാക്കാനായി പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. ക്യാരറ്റിനിപ്പോൾ ഇവിടെ നല്ല വില കുറവാണ്, കിലോ 5 രൂപ. അതുകൊണ്ട് തന്നെ ഇന്ന് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാമെന്ന് കരുതി. അതിനായി ഞാനിപ്പോൾ വലിയ സൈസിലുള്ള ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ഹൽവയിലേക്ക് നമുക്ക് പ്രധാനമായും മിൽക്ക് മെയ്ഡ് ആവശ്യമുണ്ട്. മിൽക്ക് മെയ്ഡ് കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിനായി ഇപ്പോൾ ഈ ക്യാരറ്റ് ഹൽവയിലേക്ക് മാത്രം വേണ്ടി ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുകയാണ്. അതിനായി 1 കപ്പ് പാലിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പാല് നല്ലപോലെ തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി സിമ്മിലിട്ട് 10 മിനിറ്റ് നേരം നല്ലപോലെ തിളപ്പിച്ചെടുത്താൽ മതി. ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ് മുഴുവനായി ഒന്ന് ഉപ്പേരിക്ക് ഉരയ്ക്കുന്ന ആ സ്റ്റീലിൻ്റെ സാധനത്തിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഉരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്ക് എത്ര ക്വാണ്ടിറ്റി വേണമോ അതിനനുസരിച്ച് ക്യാരറ്റ് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ക്യാരറ്റൊക്കെ നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. ബദാമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കുറച്ച് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് എടുക്കുന്നത്. പിന്നെ ഒരു 3 ഏലക്കായ ടേസ്റ്റിന് വേണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് അതിലേക്ക് നെയ്യാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നെയ്യിലായിരിക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലിൽ ഉണ്ടാക്കാം. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നെയ്യൊക്കെ നല്ലപോലെ ഉറച്ചു പോയിട്ടുണ്ട്. ഇനി ഈ നെയ്യിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് ഇടുന്നത്. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ആദ്യം മൂപ്പിച്ചെടുത്തതിന് ശേഷം മുന്തിരി ഇട്ടെടുത്താൽ മതി. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ബബിൾസാണ് ഉണ്ടാവുക. ഇങ്ങനെ ബബിൾസ് കണ്ട് കരിഞ്ഞു പോകുമെന്നൊന്നും കരുതണ്ട. സിമ്മിലിട്ട് വെച്ചാൽ മതി. ഇത് കരിഞ്ഞു പോവുകയൊന്നുമില്ല. ഇപ്പോൾ ഇതാ മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാണുമ്പോൾ ലൂസായി തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് കട്ടയായി വരും. അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ചെടുത്ത നെയ്യിലേക്ക് ക്യാരറ്റ് മുഴുവനായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും അടച്ചു വെച്ച് വേവിക്കണം. സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അലുമിനിയം പാത്രമാണെങ്കിൽ പ്രശ്നമില്ല. 10 മിനിറ്റ് നേരം കണ്ടിന്യൂ ആയിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഏലക്കായ ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഏലക്കായ കൂടുതൽ എടുക്കുക. ഇനി നമുക്ക് ഈ ക്യാരറ്റ് വേവിച്ചെടുക്കാനായി കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കിയ മിൽക്ക് മെയ്ഡാണിത്. ചൂട് തണിഞ്ഞപ്പോൾ നല്ലപോലെ കട്ടയായി വന്നിട്ടുണ്ട്. ക്യാരറ്റ് ഹൽവയ്ക്ക് ആവശ്യമായ മിൽക്ക് മെയ്ഡ് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഒരു മൂടിയുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചാൽ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാവുന്നതാണ്. ഇപ്പോൾ പാലിൽ നല്ലപോലെ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പകുതി മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മധുരം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുന്നതാണ്. വേറെ പഞ്ചസാരയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.